വിഷ്ണു സഹസ്രനാമം മന്ത്രത്തിന്റെ പട്ടികയിൽ വരുന്നതാണ്. അതായത് ഏതൊരു സഹസ്രനാമം ആയിക്കഴിഞ്ഞാലും അത് മന്ത്രത്തിന്റെ പട്ടികയിലാണ് വരുന്നത്. നാമജപം പോലെയല്ല മന്ത്രജപം. മന്ത്രജപം നടത്തുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനമാണ്. സ്ത്രീകള് ആർത്തവ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പാടുള്ളതല്ല. ഒരു മന്ത്രങ്ങളും നമ്മൾ ആർത്തവ സമയത്ത് ജപിക്കാൻ പാടില്ല. വിഷ്ണു സഹസ്രനാമവും അതുപോലെ തന്നെയാണ്. 7 ദിവസത്തിന് ശേഷം കുളിച്ച് ശരീരശുദ്ധി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മന്ത്രം ജപിക്കാനായിട്ട് പാടുള്ളൂ. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എപ്പോഴും കുളിച്ച് ശുദ്ധിയായി ശുഭവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് മാത്രമേ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചില ആൾക്കാര് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തലയൊക്കെ തോർത്തിയതിനു ശേഷം മുടി അഴിച്ചിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ തലയിൽ തോർത്ത് കെട്ടിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ടാവും. ഈ 2 കാര്യങ്ങളും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. മുടി കെട്ടിക്കൊണ്ട് വേണം വിഷ്ണു സഹസ്രനാമം ജപിക്കാന്. മുടി അഴിച്ചിട്ടുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു വിഷ്ണു സഹസ്രനാമം ജപിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ നിലവിളക്കിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ തലയിൽ തോർത്ത് കെട്ടിവെച്ചുകൊണ്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കരുത്.